ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ പോലും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. നമ്മുടെ നിലവിലുണ്ടായിരുന്ന നിയമം അതിപ്പോൾ കുറേ മാറ്റി എഴുതിയിട്ടുണ്ട്. അതിനെന്നാലും ഇതിനകത്തൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ പ്രൊവിഷൻസിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അതനുസരിച്ച് വരുമ്പോൾ അതായത് ഒരാളെ കുറ്റക്കാരനാണെന്ന് ആദ്യം കാണുന്നു. കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ഹി ഈസ് ഫൗണ്ട് ഗിൽറ്റി എന്നാണ്. 302 വകുപ്പ് അനുസരിച്ച് അയാൾ, അതാണല്ലോ വധശിക്ഷയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സാധ്യതയുള്ള ഒരു ഒഫൻസ് എന്ന് പറയുന്നത് 302 302 എന്ന് പറയുന്നത് കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് കേട്ടോ. അതായത് ഒരു കൊലപാതകം നടത്തിയ ഒരാൾക്ക്, ഒരു മേർഡർ കമ്മിറ്റ് ചെയ്ത ഒരാൾക്ക് അയാളെ ശിക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹി ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആൻഡ് ഷാൽ ആൾസോ ബി ലയബിൾ ഫോർ ഫൈൻ. അതായത് അയാൾക്ക് വധശിക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ ജീവപര്യന്തം തടവും അതിനോടൊപ്പം പിഴയും ആയിട്ട് കൊടുക്കാം. ഇതാണ്. അപ്പോൾ ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലെസർ എന്ന് പറയുന്നത് അത് ജീവപര്യന്തം തടവും അതുപോലെ പിഴയും. അതാണ്. ആ പിഴ മാത്രമായിട്ട് വധശിക്ഷയ്ക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. ഈ ജീവപര്യന്തത്തോടൊപ്പമാണ് പിഴ കൊടുക്കാൻ പറയേണ്ടത്. അപ്പോൾ ഡെത്ത് പെനാൽറ്റി, അതായത് വധശിക്ഷ കൊടുക്കാൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളത് നമ്മുടെ നേരത്തെയുള്ള നിയമത്തിൽ, അതായത് നമ്മുടെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ 354 വകുപ്പിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന് സ്പെഷ്യൽ റീസൺസ് വേണമെന്നാണ്. സ്പെഷ്യൽ റീസൺസ് എന്താണ് എന്നൊക്കെ കാണിച്ചേക്കുന്ന ഒരു വിധിയാണ് നമുക്ക് ഇതിലുണ്ടായിരുന്നത്. ഇത് ഭരണഘടനാ ബെഞ്ചിൻ്റെ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. അത് ബച്ചൻ സിംഗ് കേസിലാണ് ആ വിധി വന്നേക്കുന്നത്. 82 കേസുണ്ട്. അത് 1983 84 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇതിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. അതോ ഏതൊക്കെയാണ് സ്പെഷ്യൽ റീസൺസ്, അതായത് ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം കുറേ റീസൺസ് പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ള കേസുകളാണ് റെയറസ്റ്റ് എമംഗ് റെയർ, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസുകൾക്ക് മാത്രമേ കൊടുക്കാൻ ഒക്കുള്ളൂ. അത് ഒരെണ്ണം ഒരു കേസ് അത് കാണും. ഈ സ്പെഷ്യൽ റീസൺ, എന്നാലേ സ്പെഷ്യൽ റീസൺസ് ഉള്ളൂ. സ്പെഷ്യൽ റീസൺസ് പരിഗണിച്ചാണ് അപൂർവങ്ങളിൽ അത്യപൂർവമാണോ എന്ന് നോക്കുന്നത്. റെയറസ്റ്റ് എമംഗ് റെയർ ആണ്, അതാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയാണ് എന്ന് കുറേ രീതിയിലുള്ള കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ബ്രോഡ് ഡേ, അതായത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് ദാരുണമായിട്ട് കൊലപ്പെടുത്തുക, അങ്ങനെയുള്ള കേസിനകത്ത് യഥാർത്ഥത്തിൽ വധശിക്ഷ കൊടുക്കാം. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദാരുണമായിട്ട് കൊലപ്പെടുത്തുക, അത് അങ്ങനെ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ പോലീസുകാർ ഡ്യൂട്ടിയാണ്, അയാളൊരു കലാപം തടയാൻ പോന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അയാളെ കൊല്ലുന്നു പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു റോബറി തടയാനായിട്ട് പോലീസുകാർ ചെല്ലുന്നു, അവരെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മോഷ്ടാവിനെ പിടിക്കാനായിട്ട് പോലീസുകാർ ചെല്ലുന്നു, അവരെ കുത്തി കൊല്ലുക, അവരെ വെട്ടിക്കൊല്ലുക, ഇതൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്നത് റെയറസ്റ്റ് എമംഗ് റെയറാണ് എന്നുള്ളത് സ്പെഷ്യൽ റീസൺസ് ആകും എന്നാണ് ബച്ചൻ സിംഗിനകത്ത്. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അത് ആ രീതിയിലുള്ള, അതായത് ഇപ്പോൾ ചിലപ്പം അതായത് ഒരു സീരിയൽ കില്ലർ ഇരിക്കട്ടെ, അയാൾ, കാരണം അവന് സൈക്കോപാത്തൊന്നും ആവണമെന്നൊന്നും ഇല്ല, പക്ഷേ സീരിയൽ കില്ലർ ഇതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആനന്ദിക്കുന്നവർ, യഥാർത്ഥത്തിൽ അതൊരു സൈക്കോപാത്തിൻ്റെ ലക്ഷണമാണ്. ആനന്ദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ, കിടന്ന് പിടയ്ക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കടത്തിണ്ണയിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ചില ആളുകളുടെ തല കല്ലുകൊണ്ട് ഇടിച്ച് ചമ്മന്തിയാക്കി അങ്ങ് കൊല്ലുന്നുണ്ട് ഒരുപാട് പേര്. അത് ആരാ എന്തോന്നും അറിയത്തില്ല, കാരണം അത് നൈറ്റിലാണ്, രാത്രി ചെയ്യുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അത് കണ്ട് മരണം ആനന്ദിക്കുന്നവരാണ്. അതൊരു സൈക്കോപാത്ത് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മാനസികമായിട്ടുള്ള ചികിത്സയൊന്നും കിട്ടാത്തതിൻ്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ ആയി മാറുന്നത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരുത്തൻ സമൂഹത്തിന് ഭീഷണിയാണെങ്കിൽ അതും റെയറസ്റ്റ് എമംഗ് റെയറാണ്. ഇപ്പോൾ ഇത് അതായത് കൊള്ളയടിക്കാനായിട്ട് വീട്ടിൽ കയറുക, മോഷ്ടിക്കാനായിട്ട് കയറുക, വീട്ടിൽ തന്നെ കയറി കിടന്ന് ഉറങ്ങും കേട്ടോ, ഏതെങ്കിലും തട്ടിൻ്റെ പുറത്തോ എവിടെയെങ്കിലും കയറി കിടന്ന് സൺഷെയ്ഡ് അകത്തോട്ട് വാർത്തൊക്കെ വെച്ചേക്കുന്നതിൻ്റെയൊക്കെ മേളിൽ കിടന്ന് ഉറങ്ങും. എന്നിട്ട് ബാക്കി ആളുകളെല്ലാം ഉറക്കമാകുമ്പോൾ രാത്രി അവിടുന്ന് ഇറങ്ങിയിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്ന മാത്രമല്ല, ആ സ്ത്രീകൾ അതൊക്കെ ആണെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യുക, അതും ചെയ്യും. അതിനിടയിൽ ഈ മോഷ്ടിക്കുക,
ആരെങ്കിലും ഇത് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ മണ്ടയടിച്ച് കീറിക്കൊല്ലുക. അങ്ങനെയുള്ള കുറ്റവാളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാരാണെന്ന് ഇപ്പോൾ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഇത് റയറാണ്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ സമൂഹത്തിനെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ്. മനുഷ്യർക്ക് മനസ്സമാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല വീടുകളിൽ. അതിങ്ങനെ ഹോവറിങ് അറൗണ്ട്, അതിങ്ങനെ ഇയാളിങ്ങനെ ആയുധവും ചുഴറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അവരുടെ തലയ്ക്ക് മുകളിൽ. അങ്ങനെയുള്ള ഒരുത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ സമൂഹത്തിലേക്ക് തിരിച്ചു വരേണ്ട ആളാണോ? അല്ല. അങ്ങനെയുള്ള ആളും അതും റയറസ്റ്റ് എമംഗ് റയറാവും. ഈ രീതിയിലാണ് ഇതുപോലെ പലതുണ്ട്. ഈ രീതി ഇതെല്ലാം കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അത് റയറസ്റ്റ് എമംഗ് റയർ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ എല്ലാ മർഡറും ബ്രൂട്ടലാണ്. എല്ലാ മർഡറും, എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. അതുകൊണ്ട് ബ്രൂട്ടൽ എന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കേസ് അത് പിന്നെ ഈ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബ്രൂട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആരെ കൊന്നാലും അത് ബ്രൂട്ടലാണ്. ഒരാളുടെ ജീവൻ പോകുന്നത് ബ്രൂട്ടലാണ്. ഈ രാഷ്ട്രീയം ഒക്കെ പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും തമ്മിലൊക്കെ ആളുകളെ കൊല്ലത്തില്ലേ? യഥാർത്ഥത്തിൽ അതെല്ലാം ബ്രൂട്ടലാണ്. അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവരൊരു ഐഡിയോളജി വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രതികാര ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ഒരുത്തനെ വെട്ടിക്കൊല്ലുവോ അടിച്ചു കൊല്ലുവോ ഒക്കെ ചെയ്യും. അതൊക്കെ ചെയ്യാറുണ്ട്. ബ്രൂട്ടലാണ്. പക്ഷെ അതൊന്നും റയറസ്റ്റ് എമംഗ് റയർ ആവത്തില്ല. ഇപ്പം തന്നെ ഈ അടുത്ത സമയത്തൊരു കൊലക്കേസിനകത്ത് 15 പേർക്ക് വധശിക്ഷ കൊടുത്ത് ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ ഞാൻ അതിൻ്റെ ഫാക്ട്സ് ഞാൻ നോക്കുമ്പോൾ അതൊരിക്കലും അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് മാറുന്നില്ല. ഒരാളെ ബ്രോഡ് ഡേ ലൈറ്റിൽ കുറേ പേര് വളഞ്ഞിട്ട് കൊല്ലുന്നു, ശരിയാണ്. അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പരസ്യ വിചാരണ പോലെ നടത്തി വയലിനകത്ത് വെച്ച് കൊന്ന കേസ് നമുക്കറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണ്, അതിന് നേതാക്കൾ ഉൾപ്പെടെ അതിൽ ഉള്ളതാണ്, പ്രതികളാണ്. നടന്നേക്കുന്നത് നമുക്കറിയാം. അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കും. ഇതെല്ലാം റയറസ്റ്റ് എമംഗ് റയർ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റുന്നതല്ല. ഇപ്പോൾ നമുക്കൊരു യഥാർത്ഥത്തിൽ ഒന്നിലധികം ആളുകളെ കൊന്നാൽ പോലും അത് റയറസ്റ്റ് എമംഗ് റയർ ആവണമെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൂടെ അതിന് വേണം. മൾട്ടിപ്പിൾ മർഡേഴ്സ് മാത്രം ആയാൽ പോലും ചിലപ്പോൾ അത് റയറസ്റ്റ് എമംഗ് റയർ ഒന്നും ആവണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ അങ്ങനെ മൾട്ടിപ്പിൾ മർഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ന്യായീകരിക്കാം. അത് ആ ജഡ്ജിയുടെ കോൺഷ്യൻസ് വെച്ച് നോക്കാം. ഇത് റയറസ്റ്റ് എമംഗ് റയറിൽ വരേണ്ടതാണ്. കാരണം ഇന്നതുപോലാണ്, അതിനകത്ത് ഇന്നാരെ ഒന്നുമില്ലാതെ ഇതേപോലെ കൊല്ലുന്നതാണ്. ഞാൻ എനിക്ക് ഏതാനും കേസുകളിൽ ഇത് ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ സ്പെഷ്യൽ റീസൺസ് ഉള്ള കാര്യം തന്നെയാണ്. എടുത്ത് പരിശോധിച്ചാൽ അറിയാം. എന്നാൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്ക് ശിക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പൊളിറ്റിക്കൽ മർഡേഴ്സ് എന്നുള്ള പേരിൽ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയും. അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല കൊലപാതകത്തിനെല്ലാം അതെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇടപാട് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉള്ള ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്ക് ശിക്ഷിക്കാനായിട്ടുണ്ട്. ഓരോ പ്രസ്ഥാനങ്ങളുടേത് ഇടയായിട്ടുണ്ട്. അത് ഞാൻ CPM-കാരെ ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJP അനുഭവികളായിട്ടുള്ള ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലത്ത് മുസ്ലിം ലീഗിലെ പോലും ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു കൊലപാതകത്തിൽ, ഒരു കേസിൽ ഇത് ഒരുപാട് വന്നിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ വരുമ്പോൾ ഞാനിത് നോക്കാറില്ല. പക്ഷേ അത് റയറസ്റ്റ് എമംഗ് റയർ പലപ്പോഴും ആവത്തില്ല. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം മൂലമോ ഒക്കെ വരുമ്പോൾ അത് മാത്രമായിട്ട് എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ട് വന്ന് ഇതുപോലെ ഒരുത്തനെ കൊല്ലുന്നത് പലപ്പോഴും അത് ഒരു ഈ രീതിയിൽ ഒരു അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് മാറത്തില്ല. അപ്പോൾ എനിക്ക് ഈ 15 പേരുടെ കാര്യം കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയമായി. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കാരണം ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും ശരിയല്ല. എല്ലാ മാധ്യമങ്ങളും ഒന്നെന്നെ വിളിച്ചിരുന്നു, ഞാൻ ഒന്നിലും പറഞ്ഞില്ല. അതിൻ്റെ കാരണം അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷേ അത് ഒരു ശരിയായ വിധിയാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്.